അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഇങ്ങനെ തവിഞ്ഞ് തവിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ബിഗ് ബോസ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ സീസൺ 6 ഇപ്പോൾ പുറത്താണ്. ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഒരു കണ്ടൻറ്റും ഇല്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. പക്ഷേ ബിഗ് ബോസിന് പുറത്ത് ഇപ്പോൾ ബിഗ് ബോസ് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ്, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയത്തുള്ളൂ. എനിക്ക് അതിന് മുന്നേ അപ്സരയുടെ ഹസ്ബൻഡിനെ അറിയില്ല, ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആളുടെ പേര് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അപ്സര ബിഗ് ബോസ് വന്ന ശേഷമാണ് എനിക്ക് അറിഞ്ഞ് തുടങ്ങിയത്, പേര് ആൽബി എന്നാണെന്ന് പോലും. അപ്പം അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി വന്നിരുന്നിട്ട് ഇപ്പോൾ നമ്മുടെ അഖിൽമാരാറിൻ്റെ വൈഫിനെയും മക്കളെയും, 2 കുഞ്ഞു മക്കളെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ ആക്ഷേപം പറഞ്ഞു. അപ്പോൾ അത് പേരെടുത്താണ് ഈ പറഞ്ഞ ആൽബി ആക്ഷേപം പറഞ്ഞത്. അതേസമയം അഖിൽ ഇവിടെ ഒരു പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകൾ അങ്ങോട്ട് ചെന്നെന്ന് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ പല രീതിയിലും ചൂഷണം ചെയ്തിട്ടുണ്ട്. അവർക്ക് പല സ്ത്രീകൾക്ക് ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയാം. പക്ഷേ എനിക്കത് പറയാൻ കഴിയില്ല. കാര്യം അത് അങ്ങനെയാണ്. ഇപ്പോൾ അഖിൽമാരെ അത് പേര് പറയുവാണെങ്കിൽ കേസ് മാറി തിരിഞ്ഞ് അഖിലിൻ്റെ മണ്ടയ്ക്ക് വരും. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇതുപോലൊരു സ്ത്രീക്ക് ഇരയായാൽ നമ്മൾ ഇര എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരിലാണ് പറയുന്നത്. എന്നാലും അവർ റിയൽ പേരോ അല്ലെങ്കിൽ ആരാണെന്ന് പുറത്തേക്ക് കൊണ്ടുവരില്ല. അങ്ങനെയാണ് ഇതുപോലത്തെ കേസുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ പേര് പറയണം എന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല. അങ്ങനെ കിടന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഈ കള്ളം ഉള്ളിലുള്ളവർക്ക് മാത്രമാണ് കൊള്ളേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അഖിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ പലരെയും പല രീതിയിൽ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന ഷോയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. എന്നിട്ട് ഇനിയെങ്കിലും ഈ ഒരു ഷോ നല്ല രീതിയിൽ പോകണം എന്നാണ് അഖിൽ പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ പുറത്താക്കണമെന്നാണ് അഖിൽ പറഞ്ഞത്. വെളിച്ചത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ആൾക്കാരുടെ ജോലി പോകണം. ഇതൊക്കെ പറയുമ്പോഴും വീണ്ടും ഈ ചൂഷണത്തിനിരയായ സ്ത്രീയുടെ പേര് പറയൂ എന്ന് പറയുന്നുണ്ട്. പല ആളുകളും ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലത്തെ പല അനുഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് പലവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും അവർക്ക് ഉൾക്കൊള്ളണ്ട. അഖിൽ പറഞ്ഞ ആരാണോ അവരെ പേര് ഇപ്പം അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അഖിലിൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും അമ്മയും സഹോദരിയൊക്കെ കുറ്റം പറയും. എന്തായാലും അഖിൽമാരാർ നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡിൻ്റെ, അതായത് ആൽബിയെ നല്ല രീതിയിൽ തെറി വിളിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ തെറിവിളി കേൾക്കുമ്പോൾ നമുക്ക് അരോചകമായി തോന്നുമെങ്കിലും ഇത് അടിപൊളിയാണെന്ന് തോന്നിപ്പോയി. കാര്യം വേറൊന്നും കൊണ്ടല്ല, വൈഫിനെയും അമ്മയൊക്കെ കുറ്റം പറഞ്ഞ് എനിക്ക് പോട്ടെന്ന് വെക്കാം. പിന്നെ അത് തെറ്റാണ്, അല്ലെന്നല്ല. പക്ഷേ 2 പെൺകുഞ്ഞുങ്ങളെ പോലും അയാൾ വെറുതെ വിട്ടില്ല. അപ്പം അത്രയും മനസ്സ് ഹീനമായൊരു വ്യക്തി ആണ് ഈ പറഞ്ഞ അപ്സരയുടെ ഹസ്ബൻഡ്. അയാൾക്ക് ആരെയും എന്തും പറയാം. ഇപ്പോൾ ഇത്രയും പൊടി കുഞ്ഞുങ്ങളെ പറഞ്ഞെങ്കിൽ ഇയാൾക്കെതിരെ സത്യം പറഞ്ഞാൽ പല രീതിയിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. കുഞ്ഞുങ്ങളെ മാത്രം പറഞ്ഞു എന്ന രീതി വേണമെങ്കിലും കേസെടുക്കാം. പക്ഷേ അഖിൽമാരാർ അത് വിട്ടിട്ട് ഒരു അച്ഛൻ എന്ന നിലയിൽ പച്ചയ്ക്ക് നല്ല തെറി വിളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അത് അനിവാര്യമാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചെന്ന് വേറെ എല്ലാവരും ചെയ്യുന്നത്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അത്രയെങ്കിലും കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അഖിൽ പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് മൈൽ സ്റ്റോണിൽ ഒരു ഇൻഡോറിന് പോയ ശേഷം പല രേഖകളും പല ആളുകളെ ക്ലിപ്സുമൊക്കെ അവിടെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ പുറത്തേക്ക് വിട്ടില്ല. അതെന്താണ് അവരത് പുറത്തേക്ക് വിടാതിരുന്നത്? അതൊക്കെയാണെങ്കിൽ എനിക്ക് സംശയമാണ്. കാര്യം എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ഒരു കട്ട് ചെയ്ത് മാറ്റി, പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കട്ട് ചെയ്ത് മാറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പം പല ആളുകളും ഇപ്പോഴും അഖിലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അഖിൽ കൊടുത്ത രേഖകൾ പോലും വരുന്ന പുറത്തേക്ക് കൊണ്ടുവന്നില്ല. അപ്പം അഖിൽ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു പെൺകുട്ടി പറയുന്നത് 8 വർഷം കൊണ്ട് വർക്ക് ചെയ്ത കാര്യം പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച കാര്യം പറയുന്നത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല രീതിയിൽ തട്ടിപ്പുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ആളിൽ കേൾക്കണ്ട. അഖിൽ പറഞ്ഞ പെൺകുട്ടി ആര്, ഇത് മാത്രം അറിഞ്ഞാൽ മതി. അഖിലിൻ്റെ വാ കൊണ്ട് പറയിപ്പിക്കണം. എന്തിനാണ്? അഖിലിനെ ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് എടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഇതൊന്നും ഒരിക്കലും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല, ഉറപ്പാണ്. ഇനിയും ഇതിലും വലിയ തെറികൾ നമ്മൾ കേൾക്കേണ്ടി വരും. കാര്യം അതുപോലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാവശ്യമില്ലാത്ത പല ആളുകൾ ഇതിലേക്ക് വന്ന് കയറുന്നുണ്ട്. കാരണം ഈ ഒരു പേരിലെങ്കിലും തങ്ങളെ 10 ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ആയിരിക്കാം. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 അത്ര ഫ്ലോപ്പായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുറത്ത് ബിഗ് ബോസ് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ അഖിൽമാർ ഇനി എന്തെല്ലാം കാര്യങ്ങളോട്ട് വരാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അഖിലിൻ്റെ ഓരോ വീഡിയോസ് ഇറങ്ങുമ്പോഴും ഞാനിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, ഓരോ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോഴും. ഇനി അടുത്ത എന്തെല്ലാം കാര്യങ്ങളായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.